ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇന്ന് ഏത്തപ്പഴം അല്ലെങ്കിൽ ബനാന വെച്ചിട്ട് നല്ലൊരു 4 മണി പലഹാരമാണ്. നല്ലൊരു ഈസി റെസിപ്പി കൂടിയാണ്. ഇത് ബനാന ഫ്രിറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ അത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ആട്ട യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഞാനിവിടെ 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് 3 നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഉടച്ചെടുക്കാവുന്ന പാകത്തിലേക്ക് ആക്കിയെടുക്കാം. ഞാൻ 3 ഏത്തപ്പഴം ചെറിയ പീസ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിന് ഒന്ന് നന്നായിട്ട് ഉടച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യാണ്. പഞ്ചസാര ഞാനിവിടെ 6 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. എനിക്ക് കമൻറ്റിലൂടെ ചോദിച്ചു ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിൽ. അപ്പോൾ ഇത് ടേബിൾ സ്പൂൺ ഏകദേശം വലിയ സൈസാണ്, ഇത് ടീസ്പൂൺ. അപ്പോൾ ഇതാണ് ടേബിൾ സ്പൂണും ടീസ്പൂണും എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതിന് ഈ വലിയ സ്പൂണിൻ്റെ അളവിന് ഞാൻ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ ആകുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഡബിളായിട്ട് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അതുപോലെ നമുക്ക് മൈദയല്ല ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അത് ഒരു ആരോഗ്യത്തിന് ഏറ്റവും പ്ലസ് പോയിൻ്റ് കിട്ടുന്ന ഒന്നാണ്. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പം തീർച്ചയായിട്ടും മൈദയാണ് യൂസ് ചെയ്യുന്നത്. അതും നമുക്ക് ആട്ടയിൽ ചെയ്യുന്നതുണ്ട്. അപ്പം മൈദയും മുട്ടയും ഒന്നും ചേരാത്ത പഴംപൊരി ഗോതമ്പ് പൊടിയിൽ ചെയ്യുന്ന ഒരു റെസിപ്പി ഞാൻ വരുന്ന നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഏകദേശം നന്നായിട്ടൊന്ന് ഉടച്ചിട്ടുണ്ട്. തീരെ അങ്ങ് നൈസായിട്ട് ഉടയ്ക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ അടിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ഈ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ മറ്റോ ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ഇതുപോലെ കുറച്ച് ഏത്തപ്പഴത്തിൻ്റെ പീസുകളും കൂടെ കിടക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ലേശം പാല്, തേങ്ങാപ്പാലല്ല പശുവിൻ പാല്, അഥവാ പശുവിൻ പാല് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കവർ പാല് യൂസ് ചെയ്യാം. വളരെ കുറച്ച് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം പാലെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇതിൻ്റെ പരുവൊന്ന് ലൂസ് കൺസിസ്റ്റൻസിയിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പാല് ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയായാലും കുഴപ്പമില്ല. അപ്പോൾ 4 ടേബിൾ സ്പൂണോളം ഞാൻ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റവ ചേർത്തു, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ റവയും 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ റവയും 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് ആട്ട വീറ്റ് ഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. അത് സ്പൂണിന് കണക്കില്ല, എത്ര സ്പൂണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം നമ്മുടെ ഈ ബാറ്റർ ഒന്ന് തിക്കായിട്ട് വരണം. ലൂസ് കൺസിസ്റ്റൻസി അല്ലേ, നല്ല ടൈറ്റായിട്ട് നമുക്ക് കൈയും വെച്ച് അല്ലെങ്കിൽ സ്പൂണും വെച്ച് കോരി ഇടാവുന്ന പാകത്തിൽ നമ്മളുടെ ഈ കൂട്ടിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആ ഒരു ലെവലിലെത്തണം. അതുകൊണ്ട് ഞാൻ അതനുസരിച്ച് ഇതൊന്ന് ടൈറ്റ് ആകുന്നത് എത്രയോ അതനുസരിച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കും. നമ്മളുടെ ഏകദേശം ബനാനയുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കിനി ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഇത് വറുത്തെടുക്കാനായിട്ട് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഓയിൽ ചൂടാകുമ്പോൾ നമുക്കിതിൽ നിന്ന് ഓരോ സ്പൂണ് വീതം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ ബനാന ഫ്രിറ്റേഴ്സിൻ്റെ കൂട്ട് തയ്യാറായിട്ടുണ്ട്. എണ്ണയും ചൂടായിട്ടുണ്ട്. ഞാനിവിടെ ചീനിച്ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഇതിൻ്റെ ഓരോ സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. ഒരു ഷേപ്പില്ല, അതല്ല നിങ്ങൾക്ക് ഇത്തിരി ഷേപ്പോടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൽ നിന്ന് മറ്റൊരു സ്പൂണിലേക്ക് കോരിയിട്ട് ഒരു സ്പൂണിൻ്റെ ഷേപ്പിൽ, ഒരു ഓവൽ ഷേപ്പിൽ നമുക്കിത് എടുക്കാവുന്നതാണ്. ഞാനിങ്ങനെ സ്പൂൺ വെച്ച് കോരി ഇടുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇതിനകത്ത് നമ്മൾ മൈദയൊന്നും ചേർത്തിട്ടില്ല. ആരോഗ്യത്തിന് പ്രോബ്ലം വരുന്നതൊന്നുമല്ല. പിന്നെ റിഫൈൻഡ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വശം ആവുമ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് എടുത്ത് തിരിച്ചിടാം. നമുക്ക് പഴംപൊരിയുടെ ടേസ്റ്റ് തന്നെ ഇതിന് കിട്ടും. പിന്നെ നമ്മൾ ഇതിനകത്ത് അഡീഷണലായിട്ട് ചേർത്തിട്ടുള്ളത് റവയും അരിപ്പൊടിയുമാണ്. അരിപ്പൊടി സാധാരണ റൈസ് പൗഡർ നമ്മൾ പഴംപൊരിക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാറുള്ളതാണ്. ഇതിപ്പോൾ 2 സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം.
ബനാന ഫ്രിറ്റേഴ്സിൻ്റെ 2 സൈഡും ഏകദേശം നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബനാന റെസിപ്പിയാണ്. നല്ല കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെട്ടു വരും. അപ്പോൾ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും തന്നെ ഇതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നൊന്നും തന്നെ വേറെ ഫുഡൊന്നും വാങ്ങിക്കാതെ, ബേക്കറി ഐറ്റംസ് ഒന്നും വാങ്ങിക്കാതെ നമുക്കിത് തയ്യാറാക്കാം. ബാക്കിയുള്ള മാവ് കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ബനാന ഫ്രിറ്റേഴ്സും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമാകുന്ന ഒരു അടിപൊളി ഒരു 4 മണി പലഹാരം തന്നെയാണ് ഇത്. കുട്ടികൾക്ക് സ്കൂളിൽ വേണമെങ്കിലും സ്നാക്സായിട്ട് കൊടുത്തു വിടാൻ കഴിയുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ ബൈ.